വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 മുതൽ 6 അധ്യായങ്ങളുടെ ചില ചോദ്യങ്ങളും ആണ് ഇവിടെ ഞാൻ പറയുന്നത്. ആദ്യം ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. നിയമത്തിൻ്റെ ആധിപത്യം കാലം അവസാനിച്ച് എന്തിൻ്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാര്യത്തിൻ്റെ. ഗലാത്യ ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആധുനിക തുർക്കിയിൽ. എവിടെ വെച്ചാണ് പൗലോസ് ഗലാത്യയിലെ സഭകൾക്കുള്ള ലേഖനം എഴുതിയതെന്നാണ് അഭിപ്രായപ്പെടുന്നത്? എഫേസോസിലെ മക്കെദോനിയയിൽ വച്ച്. ഏത് കാലഘട്ടത്തിലാണ് ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത്? AD 53 58 ഇടയ്ക്ക്. ഗലാത്യയിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്? യഹൂദേതര ക്രിസ്ത്യാനികൾ. യഹൂദേതര ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനികളാകാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? മോശയുടെ നിയമം അനുസരിക്കണം, യഹൂദാചാരം പാലിക്കണം, പരിച്ഛേദന സ്വീകരിക്കണം. ആരാണ് പൗലോസിൻ്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? യഹൂദ ആചാരവാദികൾ. എന്തുകൊണ്ടാണ് പൗലോസിന് അപ്പസ്തോലാധികാരം ഇല്ല എന്ന് യഹൂദ ആചാരവാദികൾ പറഞ്ഞത്? മോശയുടെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയതിനാൽ. എങ്ങനെയാണ് പൗലോസ് തൻ്റെ ലേഖനം ഉപസംഹരിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഗലാത്യക്കാരെ അനുസ്മരിപ്പിച്ചുകൊണ്ട്. തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്തിനുള്ള തെളിവുകളാണ് നിരത്തുന്നത്? തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള തെളിവുകൾ. നിയമാനുഷ്ഠാനം വഴിയല്ല, വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായത് എന്തൊക്കെ മുഖേനയാണ്? ജീവിതാനുഭവങ്ങളും അബ്രാഹത്തിൻ്റെ മാതൃകയും. ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും. തൻ്റെ അപ്പസ്തോലത്വം ലഭിച്ചിരിക്കുന്നത് ആര് മുഖേനയെന്നാണ് പൗലോസ് പറയുന്നത്? യേശു ക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവപിതാവ് മുഖേന. പൗലോസിന് ലഭിച്ച അപ്പസ്തോലത്വം ആര് മുഖേനയല്ല എന്നാണ് പൗലോസ് പറയുന്നത്? മനുഷ്യൻ മുഖേനയല്ല. ഗലാത്യർക്കാർക്കുള്ള ലേഖനം ആരൊക്കെ കൂടിയാണ് എഴുതിയത്? അപ്പസ്തോലനായ പൗലോസും കൂടെയുള്ള എല്ലാ സഹോദരരും ചേർന്ന്. പൗലോസ് ഗലാത്യയിലെ സഭകൾക്ക് ആശംസിക്കുന്നത് എന്താണ്? കൃപയും സമാധാനവും. ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് ആരുടെ അഭിഷ്ടമനുസരിച്ചാണ്? പിതാവായ ദൈവത്തിൻ്റെ. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് ക്രിസ്തു എന്ത് ചെയ്തു? അവിടുന്ന് തന്നെ ബലിയർപ്പിച്ചു. പൗലോസ് ഗലാത്യയിലെ സഭകളെക്കുറിച്ച് ആശ്ചര്യപ്പെടുന്നത് എന്തിനാണ്? ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വിളിച്ചവനെ ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്തതിനാൽ. ഗലാത്യയിലെ സഭയിൽ ചിലർ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത്? ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗലോസ് ആരെ ഉദ്ദേശിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗലോസ് പ്രസംഗിക്കുന്നതിന് വ്യത്യസ്തമായി മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരെക്കുറിച്ച്. പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്? മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുന്നത് കൊണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നില്ല? ക്രിസ്തുവിൻ്റെ ദാസനാകുമായിരുന്നില്ല. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം എന്നും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, മാനുഷികമല്ല എന്നും നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസിന് ലഭിച്ചതെന്തായിരുന്നു? പൗലോസ് പ്രസംഗിച്ച സുവിശേഷം. പൗലോസിൻ്റെ പഴയ ജീവിതം ഏത് മതത്തിലായിരുന്നു? യഹൂദ മതത്തിൽ. പൗലോസിൻ്റെ പഴയ ജീവിതം എങ്ങനെയായിരുന്നു? ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പൗലോസിൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ എന്തു കാര്യത്തിലാണ് പൗലോസ് മുൻപന്തിയിലായിരുന്നത്? യഹൂദ മതകാര്യങ്ങളിൽ. ദൈവം പൗലോസിനെ പ്രത്യേകം തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ.
ദൈവം പൗലോസിനെ തൻ്റെ കൃപയാൽ വിളിച്ചത് എന്തിന് വേണ്ടിയായിരുന്നു? അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം പൗലോസിന് വെളിപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം എങ്ങോട്ടാണ് പോയത്? അറേബ്യയിലേക്ക് പോയ പൗലോസ് തിരിച്ചു വന്നത് എങ്ങോട്ടൊക്കെയാണ്? ദമാസ്കസിലേക്ക്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത്? 3 വർഷങ്ങൾക്ക് ശേഷം. പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത് ആരെ കാണാനായിരുന്നു? കേപ്പായെ കാണാൻ. ജെറുസലേമിൽ പൗലോസ് കേപ്പയോടൊപ്പം എത്ര ദിവസം താമസിച്ചു? 15 ദിവസം. കേപ്പായെ കൂടാതെ ഏത് അപ്പസ്തോലനെയാണ് ജെറുസലേമിൽ വെച്ച് പൗലോസ് കണ്ടത്? യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ. ഗലാത്യക്കാർക്ക് എഴുതുന്ന കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് സാക്ഷി ആരാണെന്നാണ് പൗലോസ് പറഞ്ഞത്? ദൈവം. 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 24 വാക്യങ്ങൾ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. പൗലോസ് ജെറുസലേമിലേക്ക് വീണ്ടും പോയത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 14 വർഷങ്ങൾക്ക് ശേഷം. 14 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിലേക്ക് പോയ പൗലോസിനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ബർണ്ണബാസും തീത്തോസും. പൗലോസ് ബർണ്ണബാസിനെയും കൂട്ടി 14 വർഷങ്ങൾക്ക് ശേഷം പോയത് എങ്ങോട്ടാണ്? ജെറുസലേമിലേക്ക്. ആയിരുന്നു പൗലോസ് ബർണ്ണബാസിനൊപ്പം ജെറുസലേമിലേക്ക് പോയത്? ഒരു വെളിപാട് അനുസരിച്ച്. എന്തിനു വേണ്ടിയായിരുന്നു ഒരു വെളിപാട് അനുസരിച്ച് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിക്കാൻ. പൗലോസിനൊപ്പം ഉണ്ടായിരുന്ന തീത്തോസ് എവിടുത്തുകാരനായിരുന്നു? ഗ്രീക്കുകാരനായിരുന്നു. തീത്തോസ് എന്തിനു വേണ്ടിയാണ് പരിച്ഛേദനം ചെയ്യപ്പെടാത്തത്? തീത്തോസ് ഗ്രീക്കുകാരനായതിനാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി എന്ത് ചെയ്യാൻ ശ്രമിച്ചു? അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ. സുവിശേഷത്തിൻ്റെ സത്യം നിലനിർത്തേണ്ടതിനായി ആരുടെ ചൂഷണത്തിനാണ് പൗലോസ് വശംവദനാകാതിരുന്നത്? വ്യാജ സഹോദരന്മാരുടെ. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? വ്യാജ സഹോദരന്മാരെ. പൗലോസിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം ആർക്ക് വേണ്ടിയുള്ളതാണ്? പരിച്ഛേദിതർക്ക്. പത്രോസിനും പൗലോസിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പത്രോസിന് പരിച്ഛേദിതർക്കുള്ള സുവിശേഷവും പൗലോസിന് അപരിച്ഛേദിതർക്കുള്ള സുവിശേഷവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതിയർക്ക് വേണ്ടി പൗലോസിലൂടെ പ്രവർത്തിക്കുന്നവനാരാണ്? പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്ന അതേ ദൈവം. പൗലോസിനും ബർണ്ണബാസിനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിയത് ആരൊക്കെയായിരുന്നു? യാക്കോബ്, കേപ്പ, യോഹന്നാൻ. സഭയിൽ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? യാക്കോബ്, കേപ്പ, യോഹന്നാൻ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ പൗലോസിനും ബർണ്ണബാസിനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിയതിൻ്റെ കാരണം എന്തായിരുന്നു? ദൈവത്തിൻ്റെ കൃപ പൗലോസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ടതിനാൽ. വിജാതിയരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച പൗലോസിനോട് യാക്കോബ്, കേപ്പ, യോഹന്നാൻ എന്നിവർ കൊടുത്ത ഏക അഭ്യർത്ഥന എന്തായിരുന്നു? പാപങ്ങളെപ്പറ്റി ചിന്ത വേണം. എന്തുകൊണ്ടാണ് കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ പൗലോസ് കേപ്പയെ മുഖത്തുനോക്കി എതിർത്തത്? അവനിൽ കുറ്റം കണ്ടതുകൊണ്ട്. അന്ത്യോക്യയിൽ പൗലോസ് പത്രോസിനെ എന്തിനാണ് എതിർത്തത്? വിജാതിയർക്കൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്ന പത്രോസ് പരിച്ഛേദിതരെ ഭയന്ന് പിന്മാറിയതിനാൽ. വിജാതിയരോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന പത്രോസ് പിന്നീട് എന്തുകൊണ്ട് പിന്മാറി? യാക്കോബിൻ്റെ അടുത്തുനിന്ന് വന്ന പരിച്ഛേദിതരെ ഭയന്നതുകൊണ്ട്. പത്രോസിൻ്റെയും യഹൂദന്മാരുടെയും കപട പെരുമാറ്റത്താൽ വഴിതെറ്റിക്കപ്പെടാൻ കാരണമായത് ആരാണ്? ബർണ്ണബാസ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൗലോസ് കേപ്പയുടെ മുഖത്ത് നോക്കി എതിർത്തത് എന്തുകൊണ്ട്? അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടതുകൊണ്ട്. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതിയരിലെ പാപികളായിട്ടല്ല എന്ന് പറഞ്ഞതാര്? പൗലോസ്. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ് പറയുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി.
ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്തിലൂടെ അല്ല എന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്. നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ അല്ല. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയാണ്? നീതീകരിക്കപ്പെടുന്നതിന്. ദൈവത്തിനായി ജീവിക്കുന്നതിന് പൗലോസ് എന്താണ് ചെയ്തത്? നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ആരാണ് നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി എന്ന് പറയുന്നത്? പൗലോസ് തൻ്റെ ഐഹിക ജീവിതം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. അധ്യായവും വാക്യവും പറയുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. പൗലോസിൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എങ്ങനെയെന്നാണ് പറയുന്നത്? സ്നേഹിക്കുകയും തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. രക്ഷയും നീതിയും എന്തിനാലാണ് ലഭിക്കുന്നത്? ദൈവകൃപയാൽ. ദൈവകൃപയെ പൗലോസ് നിരാകരിക്കില്ലെന്ന് പറയുന്നത് എന്തിനാണ്? രക്ഷയും നീതിയും ദൈവകൃപയാൽ മാത്രമേ ലഭിക്കൂ. നിയമത്തിലൂടെ നീതി കൈവരുന്നെങ്കിൽ നീതീകരണമില്ലാതിരിക്കുന്നത് എന്തിനായിരിക്കും? ക്രിസ്തുവിൻ്റെ മരണത്തിന്. ഗലാത്യ 2-ാം അധ്യായത്തിൽ പ്രധാന സന്ദേശം എന്താണ്? നിയമാനുഷ്ഠാനം വഴിയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. 2-ാം അധ്യായത്തിൽ മൊത്തം എത്ര വാക്യങ്ങളുണ്ട്? 21 വാക്യങ്ങൾ. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും. 3-ാം അധ്യായത്തിലെ തലക്കെട്ടെന്ത്? നിയമമോ വിശ്വാസമോ? 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 29 വാക്യങ്ങൾ. പൗലോസ് എങ്ങനെയാണ് 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്തത്? ഭോഷന്മാരായ ഗലാത്യക്കാരെ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? അധ്യായവും വാക്യവും ഏത്? ഗലാത്യ 3:3. അബ്രാഹത്തിന് നീതി കൈവന്നത് എങ്ങനെ? ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്. ദൈവത്തെ വിശ്വസിച്ച അബ്രാഹത്തിന് എന്തായിട്ടാണ് പരിഗണിക്കപ്പെട്ടത്? നീതിയായി. ഡാഷ് ഉള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ. വിശ്വാസം. വിജാതിയരെ എന്തുവഴിയാണ് ദൈവം നീതീകരിക്കുന്നത്? വിശ്വാസം വഴി. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത് എന്താലാണ്? ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുള്ളതിനാൽ. ആരാണ് വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസമുള്ളവർ. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്നവർ എന്തിനു വിധേയരാണ്? ശാപത്തിന്. ഒരുവനും ദൈവസന്നിധിയിൽ എന്തുവഴി നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്? നിയമം വഴി. നീതിമാൻ എന്തുവഴിയാണ് ജീവിക്കുക? വിശ്വാസം വഴി. നിയമത്തിൻ്റെ അനുഷ്ഠാനം ഡാഷ് അല്ല, വിശ്വാസമല്ല. മരത്തിൽ തൂക്കപ്പെടുന്നവർ ഡാഷ് ശപിക്കപ്പെട്ടവനാണ്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആര് വഴിയാണ് വിജാതിയരിലേക്ക് വ്യാപിക്കേണ്ടത്? യേശുക്രിസ്തു വഴി. എന്താണ് അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ സ്വീകരിച്ച ഉടമ്പടി. വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കെല്ലാമാണ്? അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ട്. സന്തതിക്ക് എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണ്? ക്രിസ്തുവിനെ ഉദ്ദേശിച്ച്. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം എങ്ങനെയുള്ളതാണ്? ദൈവം പണ്ടുതന്നെ സ്വീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കാത്തത്. പാരമ്പര്യ അവകാശം ദൈവം അബ്രാഹത്തിന് നൽകിയത് എന്തുവഴിയാണ്? വാഗ്ദാനം വഴി. പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ഡാഷ് ആയിരിക്കില്ല, വാഗ്ദാനത്തിൽ നിന്ന് ആയിരിക്കില്ല. ആർക്കാണ് നിയമം നൽകപ്പെട്ടത്? വാഗ്ദാനം സിദ്ധിച്ചവന്. എന്തു നിമിത്തമാണ് നിയമം നൽകപ്പെട്ടത്? പാപങ്ങൾ നിമിത്തം. നിയമം വിളംബരം ചെയ്യപ്പെട്ടത് എങ്ങനെ? മധ്യവർത്തിയിലൂടെ. നിയമം വിളംബരം ചെയ്യപ്പെട്ടത് ആര് വഴിയായിട്ടാണ്?
ദൈവദൂതന്മാർ വഴി. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. പക്ഷേ ദൈവത്തിന് മധ്യവർത്തി വേണ്ടാത്തതിൻ്റെ കാരണമെന്ത്? ദൈവം ഏകനാണ്. നീതി നിയമം വഴി ഉണ്ടാകാനുള്ള വ്യവസ്ഥ എന്താണ്? ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ. എന്തുകൊണ്ടാണ് എല്ലാവരും പാപത്തിന് അതീതനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്. വിശ്വാസം വെളിപ്പെടുത്തുന്നതുവരെ നമ്മൾ എപ്രകാരമാണ് കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. നിയന്ത്രണാതീതരായി. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു? നിയമത്തിൻ്റെ. നിയമം നമ്മുടെ പാലകനായിരുന്നത് എപ്പോൾ വരെയാണ്? ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. നമ്മൾ നിയമപാലകന് അധീനരല്ലാതായത് എപ്പോൾ? വിശ്വാസം സമാഗതമായപ്പോൾ. എന്തുവഴിയാണ് നമ്മൾ ദൈവപുത്രന്മാരാവുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അധ്യായം വാക്യമേത്? ഗലാത്യ 3:27 നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? അബ്രാഹത്തിൻ്റെ സന്തതികൾ. എപ്രകാരമുള്ളവരാണെങ്കിലാണ് നമ്മൾ വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളാവുന്നത്? ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ.